നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയുടെ ഫിഫ വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 16 പോരാട്ടം നിങ്ങൾ കണ്ടല്ലോ. ഈജിപ്ത് നന്നായിട്ട് വിറപ്പിച്ച ഒരു കളി. ഒടുവിൽ അർജൻറ്റീന 79 മിനിറ്റ് വരെ 2-0 പുറകിൽ നിന്നിട്ട് അതിമനോഹരമായിട്ട് തിരിച്ചു വന്നു, വിജയത്തിലേക്ക് കടന്നുപോയി. ആ കളിയിലെ അർജൻറ്റീൻ താരങ്ങളുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം പെർഫെക്റ്റ് ആണോ? എല്ലാവരും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തോ? എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഒരു വിലയിരുത്തൽ. ഏണസ്റ്റോ പ്രൊവറ്റിയോ അർജൻറ്റീൻ ഫുട്ബോൾ നിരീക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ ഓരോ താരങ്ങളെക്കുറിച്ചുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നു. സ്റ്റാർട്ടിങ് വിത്ത് എമിലിയാനോ മാർട്ടീനസ്. എമി മാർട്ടീനസിൽ നമുക്ക് തുടങ്ങാം. അതിൽ എമിയുടെ കാര്യത്തിൽ ഈജിപ്തിൻ്റെ 2 ഗോളുകൾ വഴങ്ങി. അതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഈജിപ്ഷ്യൻ താരം വളരെ മികച്ച രൂപത്തിൽ അവർ കിടിലൻ ഹെഡർ ഒരുക്കി വന്നു. അതിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഹി കോട്ട് ഓഫ് ഗാർഡ് എന്ന് പറയാം. ദെൻ പിന്നെ രണ്ടാമത്തതിൽ മികച്ചൊരു ഫിനിഷിങ് കൂടി അവർ നടത്തുന്നു. സോ വളരെ കുറഞ്ഞ രൂപത്തിലാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ദിബു അൺഡൗട്ടഡ്ലി അദ്ദേഹത്തിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ അടുത്ത മത്സരങ്ങളിൽ കാണിക്കുന്നു കരുതാം. എമിയുടെ തന്നെ വാക്കുകളിൽ ഇതൊരു വാണിംഗ് ആണ്. താൻ കുറച്ചുകൂടി നന്നായിട്ട് ഷോട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. സോ ഒരു 10-ൽ 5 മാർക്കാണ് എമി മാർട്ടിനസിന് അർജൻറ്റീൻ ഫുട്ബോൾ നിരീക്ഷകൻ നൽകുന്നത്. നാഹുൽ മൊളീന. സത്യം പറഞ്ഞാൽ മൊളീനയുടെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് അത്ര മികച്ചതാവുന്നില്ല എന്നുള്ളത് അർജൻറ്റീനയ്ക്കൊരു പ്രശ്നമാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഫ്ലാങ്കിലൂടെ മുന്നോട്ട് കയറാൻ മടിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം ഈജിപ്ഷ്യൻ ടീം അദ്ദേഹത്തിൻ്റെ ഏരിയയിലേക്ക് കടന്ന് കയറുകയും ചെയ്യുന്നു. സോ ചില ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ മറ്റു ചില ഡ്യുവൽസിൽ അദ്ദേഹം ഈജിപ്തിന് മുന്നിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ടീമിന് നല്ല രൂപത്തിലൊരു കോൺട്രിബ്യൂഷൻ നാഹുൽ മൊളീനയിൽ നിന്ന് വന്നിട്ടില്ല. റേറ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന മാർക്ക് 10-ൽ 4 മാത്രം. ക്യൂട്ടി റൊമേറോയാണ് അടുത്ത്. ക്യൂട്ടി റൊമേറോ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എയറിലും മറ്റുമൊക്കെ അദ്ദേഹം എക്സലൻ്റ് ആൻറ്റിസിപ്പേഷൻ തന്നെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏരിയ, ആ പെനാൽറ്റി ഏരിയ നല്ല രൂപത്തിൽ തന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഷർ ഓൺ ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് മികച്ച രൂപത്തിൽ എമേർജ് ചെയ്യുന്നത് കണ്ടു. ആ ഒരു ഹങ്കർ, കൃത്യമായിട്ട് വിജയത്തിനുള്ളൊരു ഹങ്കർ അദ്ദേഹത്തിലുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ആ ഒരു ടീമിനെ അദ്ദേഹം ഏറ്റി എന്ന് വേണമെങ്കിൽ പറയണം. ആ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ടുള്ള തുടക്കമിടാൻ ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ക്യൂട്ടി റൊമേറോയുടെ ആ ഗോളും മറ്റുമൊക്കെ അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടറായിട്ട് ഈ കളിയിൽ മാറ്റിയിട്ടുണ്ട്. 10-ൽ 8 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മാർക്ക്. ദെൻ ലിസാൻഡ്രോ മാർട്ടീനസ്. കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. ഈ കളിയിൽ അദ്ദേഹം ഒരുപാട് നല്ല ക്ലിയറൻസുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ടേക്ക് ബോൾ കൊടുക്കാനും ബോൾ വിൻ ചെയ്ത് പൊസിഷൻ കീപ്പ് ചെയ്യാനും ഒക്കെ അദ്ദേഹം നല്ല രൂപത്തിൽ ശ്രദ്ധ വെച്ച് പുലർത്തിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഹെഡർ ഉണ്ടല്ലോ, ഈജിപ്ഷ്യൻ ഗോളിലേക്ക് വഴിവെച്ച ഹെഡറിൽ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹം പൂർലി പൊസിഷൻഡ് ആയിരുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഫൈറ്റിംഗ് സ്പിരിറ്റും ഒക്കെ നമ്മൾ കണ്ടു. പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ലിച്ചയുടെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുക ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസിനെ പറയാൻ പറ്റൂ. 10-ൽ അദ്ദേഹത്തിന് 5 മാർക്കാണ് കൊടുക്കുന്നത്. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കളിയിലെ ഫെക്കുണ്ടോ മെദിനയുടെ മോശം പ്രകടനം, അതുകൊണ്ട് ടാഗ്ലിയാഫിക്കോയെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ടാഗ്ലിയാഫിക്കോ ആയിരുന്നു ഇന്നലത്തെ ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് കാര്യങ്ങൾ ഡിഫൻഡറായിട്ടുള്ള താരം. അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ വർക്ക് റേറ്റ് കൂടാതെ തന്നെ അദ്ദേഹം ഒഫൻസീവ് ത്രെട്ട്, അർജൻറ്റീനയുടെ ഭാഗത്തു നിന്നുള്ള മെയിൻ ഒഫൻസീവ് ത്രെട്ടായിട്ടും അദ്ദേഹം നിലനിന്നു. നല്ല ഡീപ്പ് റൺസ് അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നീക്കങ്ങളും ഒക്കെയാണ് ഒടുവിൽ ആ ഒരു പെനാൽറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി വന്നത്. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ അദ്ദേഹം ഹസനെതിരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഫിസിക്കലി അദ്ദേഹം എക്സോസ്റ്റഡ് ആയിപ്പോയി എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്നീട് കുറച്ചുകൂടി നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാഴ്ചയും കണ്ടു. ടാഗ്ലിയാഫിക്കോക്ക് 10-ൽ 7 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. റോദ്രിഗോ ഡി പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം മോശമായിരുന്നു. ഈ കളിയിൽ കുറച്ചുകൂടി അദ്ദേഹം ആക്റ്റീവായിരുന്നു.
അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി അദ്ദേഹം കോൺട്രിബ്യൂഷൻ സിഗ്നിഫിക്കൻ്റ്ലി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം കുറച്ച് നല്ല ക്രോസസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പാസിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതാണിപ്പോൾ സ്ഥിരമായിട്ട് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിലേക്ക് പല ഘട്ടങ്ങളിൽ പന്തെത്തിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത്ര നല്ല രൂപത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. 10-4 ഡി പോളിന് കൊടുക്കുന്ന ഒരു മാർക്ക്. ലിയാൻഡ്രോ പെരേഡസ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ഒരു 11ലേക്ക് കൊണ്ടുവന്നത് തന്നെ പല പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി എന്ന രൂപത്തിലായിരുന്നു. അദ്ദേഹം അത് നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം ഫോക്കൽ പോയിൻ്റായിട്ട് തന്നെ നിന്നു. നല്ല രൂപത്തിൽ കാര്യങ്ങൾ അദ്ദേഹം റൊട്ടേറ്റ് ചെയ്തു. പാസിങ്, അതായത് ഡിഫൻസിൽ അദ്ദേഹം പാസിങ് സ്ട്രോങ് ആയിട്ട് അദ്ദേഹം ടാക്കിൾ ചെയ്തു. ബോൾ റിക്കവറീസ് അദ്ദേഹം മികച്ച രൂപത്തിൽ നടത്തി. എന്തായാലും അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റോള് മനോഹരമായിട്ട് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. സോ ഒരു ഗ്രേറ്റ് മാച്ചാണ് ലിയാൻഡ്രോ പെരേഡസ് കളിച്ചത്. അദ്ദേഹത്തിന് കൊടുക്കുന്നത് 10-8 മാർക്കാണ്. എൻസോ ഫെർണാണ്ടസ്, ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കളിയിൽ ഇപ്പോൾ പെരേഡസ് ഉള്ളത് കൊണ്ട് എൻസോ ഫെർണാണ്ടസിന് ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റീസ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചാൻസസ് ത്രൂ മിഡിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. മെസ്സിക്കും ഹൂലിയനും ഒക്കെ ബോൾ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. എബവ് ഓൾ അദ്ദേഹം ടാഗ്ലിയാഫിക്കോയുമായിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു. സോ പാസിങ്ങിലെ ആ ഒരു പ്രിസിഷൻ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ പോയി എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും മോശമല്ലാത്ത രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി മികവ് കാണിക്കേണ്ടതുണ്ട് എന്നൊരു ഫീലുണ്ട്. ഏതായാലും ഓൾമോസ്റ്റ് ഓക്കെ എന്നുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. മോശമല്ലാത്തൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോള്, അതോടുകൂടി മറ്റ് പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. സോ വിന്നിംഗ് ഗോള് എൻസോയുടെ വകയാണ്. സോ 10-7 മാർക്കാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അലക്സിസ് മാക്കലിസ്റ്റർ കഴിഞ്ഞ കളിയിൽ കളിച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻറ്റ് പൊസിഷനിലാണ് അദ്ദേഹം കളിച്ചത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് എതിർ ടീമിൻ്റെ ബോക്സിലേക്ക് കടന്നു കയറാൻ വരെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. സോ ക്ലോസ് റേഞ്ചിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ക്ലിയർ ഹെഡറൊക്കെ ഉണ്ടായിരുന്നു. സോ ഈ എൻസോയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രിസിഷൻ, അതുപോലെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒക്കെ അദ്ദേഹം ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം അത്ര ഷാർപ്പായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ. പക്ഷേ ഈ പ്ലേഡ് വിത്ത് ഹാർട്ട് എന്ന് തന്നെ പറയണം. 10-6 മാർക്കാണ് അലക്സിസ് മാക്കലിസ്റ്റർക്ക് കൊടുക്കുന്നത്. അടുത്ത് ലിയോ മെസ്സിയാണ്. ലിയോ മെസ്സിയെക്കുറിച്ച് എന്താ പറയേണ്ടത്? എല്ലായ്പ്പോഴും അതുപോലെ തന്നെ അർജൻറ്റീനയുടെ മോസ്റ്റ് ലേതൽ അറ്റാക്കിംഗ് വെപ്പൺ അദ്ദേഹമാണ്. ആ പെനാൽറ്റി മിസ് ചെയ്തു, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുഞ്ഞു പാസുകൾ, വൺ ടച്ച് പാസിങ് കോമ്പിനേഷൻസ്, എതിരാളികളുടെ ഡിഫൻസിനെ തുറന്നെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഗോള്, ഒന്നും പറയാനില്ല. ഇത് പറഞ്ഞ് വിശദീകരിക്കാനേ ഇല്ല. സോ വിശദീകരിക്കാനില്ല എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു പെർഫോമൻസാണ്. മെസ്സിയാണ്, എപ്പോൾ വേണമെങ്കിലും മാജിക് വരാം. അതാണ് അത്രേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. 10-9 മാർക്കാണ് ലിയോ മെസ്സി കൊടുക്കുന്നത്. ഹുലിയൻ അൽവാരസ്, ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്തു ഹുലിയൻ അൽവാരസ് മുന്നേറ്റത്തിൽ കുറച്ചുകൂടി ഗോൾ വലക്ക് മുന്നിൽ ഒന്നുകൂടി ഒരു ലെക്ക് അദ്ദേഹത്തിന് വേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ക്ലിയർ ചാൻസ് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. പക്ഷേ ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ അത് ഡിനൈ ചെയ്യുകയായിരുന്നു. ഏതായാലും ഹുലിയൻ്റെ കാര്യത്തിൽ സ്റ്റിൽ അദ്ദേഹത്തിന് ആ ഒരു യഥാർത്ഥ ഫോമിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പം കഴിഞ്ഞ കളിയിലെ ലൗട്രോയുടെ സ്ഥാനത്തിന് പകരമായിട്ട് ഹുലിയനെ ഉപയോഗപ്പെടുത്താനുള്ള കോച്ചിൻ്റെ തീരുമാനം അത്ര മോശമായ ഒന്നായിരുന്നില്ല. അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് ഗോളുകൾ വന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. 10-6 അദ്ദേഹത്തിന് കൊടുക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന താരങ്ങൾ നിക്കോളാസ് ഗോൺസാലസ്. ഇപ്പം നിക്കോ എന്ന് പറഞ്ഞ ഒരു വെർസറ്റൈൽ പ്ലെയറാണ്. അദ്ദേഹത്തിന് അറ്റാക്കിലും ഡിഫൻസിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെയാണ് കോച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ കളിക്കളത്തിലേക്ക് ഇറക്കുന്നതും. മോശമല്ലാത്ത തൻ്റെ റോള് അദ്ദേഹം ഭംഗിയാക്കിയിട്ടുണ്ട്. നിക്കോ ഗോൺസാലസിൻ്റെ റേറ്റിംഗ് 10-6. ലൗട്ടറോ, ഹുലിയന് പകരം വന്ന ലൗട്ടറോ, ഹുലിയൻ ഉണ്ടായിക്കൊണ്ട് തന്നെ ലൗട്ടറോ വന്നു. 2 മുന്നേറ്റ നിര താരങ്ങൾ ഒരുമിച്ച് കളിപ്പിക്കുകയാണ് മെസ്സിയോടൊപ്പം. സോ ശരിക്കും പറഞ്ഞാൽ നല്ല പെർഫോമൻസാണ് ലൗട്ടറോയിൽ നിന്ന് ഈ കളിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഗുഡ് റിക്കവറീസ് ഉണ്ടായിരുന്നു. ബോൾ നല്ല രൂപത്തിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എതിരാളികൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ത്രെട്ടായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. എൻസോയുടെ ഗോളിന് അദ്ദേഹം അസിസ്റ്റ് കൊടുത്തു. സോ ഒരു ഫാൻറ്റാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, സൂപ്പർ സബ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേ രൂപത്തിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്
അവിടെ സംഭവിച്ചിട്ട് ഉണ്ടായിരുന്നത്. സോ ഡെഫിനറ്റ്ലി ലൗട്രോയുടെ പ്രകടനം വളരെ മികച്ചതാണ്. 10-8 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ഗോൺസാലോ മൊണ്ടീലിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റിലാണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റൊക്കെ വന്നു, ആ ഒരു ഡ്രോ ഗോളൊക്കെ വരാൻ വേണ്ടിയിട്ട്. മൊണ്ടീൽ ഔട്ട് ഓഫ് ഫോമാണ്, പക്ഷേ അത് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും അദ്ദേഹം തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ടീമിനെ സഹായിക്കുന്നു. 10-6 അദ്ദേഹത്തിന് കൊടുക്കുന്ന മാർക്ക്. നിക്കോളാസ് ഓട്ടാമെൻഡി, ഫെക്കുണ്ടോ മെദീന എന്നിവർ കളിക്കളത്തിൽ വന്നു. പക്ഷേ അത് കളിയുടെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് അവർക്ക് റേറ്റിംഗ് കൊടുത്തിട്ടില്ല, വിശകലനം നടത്തിയിട്ടില്ല. അതിനുള്ളൊരു സമയം അവർ കളിക്കളത്തിൽ സ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഇനി ലയണൽ സ്കലോനിയുടെ ഒരു മാർക്ക് എത്രയാണ്, അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാണ്? സോ ടീമിൽ മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. പരേഡസിനെ കൊണ്ടുവന്നു. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി. കളിയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾ മറ്റൊക്കെ ടീമിന് പോസിറ്റീവായിട്ട് വന്നു. സോ അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ചല്ല തുടക്കത്തിൽ കാര്യങ്ങൾ പോയതെങ്കിലും കൈവിട്ടു പോകാതിരിക്കാൻ അദ്ദേഹം പരിശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഫലം വരികയും ചെയ്തു. 10-7 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മാർക്ക്. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. മോശമല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു സ്കലോനി എന്ന് പറയാം. സോ താരങ്ങളെല്ലാവരും ഒരു പെർഫെക്റ്റ് മാച്ച് കളിച്ചു എന്നല്ല, പക്ഷേ തിരിച്ചു വരവിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയെടുത്തും ഹൃദയം കൊണ്ട് പോരാടിയെടുത്തും അവർ കയ്യടി അർഹിക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൻ്റെ എത്താം.